ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത്, നമ്മളൊക്കെ സോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവർ സാധാരണ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഈ ഒരു സോപ്പ് കവർ വെച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന 5-6 ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ 4 സോപ്പ് കവർ എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരാളും സോപ്പ് കവർ വെറുതെ കളയില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഒരു സോപ്പ് കവറിൽ നിന്ന് സോപ്പൊന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെ ലഞ്ച് ടവലാണ് കേട്ടോ. സാധാരണ സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കൾ ലഞ്ച് കവർ ചെയ്ത് കർച്ചീഫ് കൊണ്ടുപോകാറുണ്ട്. ആ ഒരു കർച്ചീഫ് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അതിനൊരു സ്മെല്ലുണ്ടാവും അല്ലേ. ആ ഒരു സ്മെല്ല് ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഞാൻ ആ കർച്ചീഫ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒഴിവായിട്ടുള്ള സോപ്പ് കവറിനുള്ളിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ലഞ്ച് ടവലിനുണ്ടാകുന്ന ബാഡ് സ്മെൽ ഉണ്ടാവില്ല. പകരം ഏത് സോപ്പ് കവറിലാണോ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലായിരിക്കും ആ ഒരു കർച്ചീഫിനുണ്ടായിരിക്കുക കേട്ടോ. കുറച്ച് നാൾ നമുക്ക് ഈ ഒരു ഒരൊറ്റ സോപ്പ് കവർ തന്നെ യൂസ് ചെയ്യാം. പിന്നീട് അതിൻ്റെ സ്മെല്ല് പോയെന്ന് തോന്നുമ്പോൾ ആ സോപ്പ് കവർ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. എപ്പോഴും നമ്മുടെ കർച്ചീഫ് ഫ്രഷ് ആയിട്ടിരിക്കാൻ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഐഡിയ ആണത്. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അധികമാണല്ലേ. എന്നാൽ സ്ഥിരമായിട്ട് അലക്കാത്തവർ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ അലക്കുന്നവരുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മളത് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഷീൻ്റെ ഉള്ളിൽ ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ കാലിയായിട്ടുള്ള സോപ്പ് കവർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല. പകരം ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇനി ഞാൻ മൂന്നാമത്തെ യൂസേജിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതേ സോപ്പ് കവർ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ടിപ്പുകളെല്ലാം കാണിച്ചിട്ടുള്ളത്. ആ സോപ്പ് കവറിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റാപ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാപ്ലെയർ ചെയ്യാം. അതല്ലെങ്കിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനത് രണ്ടും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ഡബിൾ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഡബിൾ ടാപ്പ് ആ ഒരു സോപ്പ് കവറിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാത്റൂമിൽ ചുമരിൽ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് അവിടെ സ്റ്റിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ബ്രഷും പേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചുകൊണ്ട് തന്നെ അത് താഴെ പോരുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് അത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് ബ്രഷും പേസ്റ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതിനൊരു അനക്കോ ഇല്ല കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത്. ഇനി അതുപോലെ തന്നെ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സോപ്പ് കവർ ഒട്ടിച്ച് എടുത്താൽ ഷാമ്പു ഒക്കെ നമ്മൾ അതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കത് തിരഞ്ഞൊക്കെ ഒരുപാട് സമയമൊന്നും പോവാതെ എളുപ്പത്തിലെടുക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും കൂടുതൽ യൂസേജ് ആയിട്ടുള്ളൊരു ടിപ്പാണിത്. മഴക്കാലത്ത് നമ്മുടെ ഡ്രസ്സിനൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് വെയിലൊക്കെ കൊണ്ടുണങ്ങാത്തതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് സോപ്പ് കവറിനുള്ളിലുള്ള ആ ഒരു വൈറ്റിൽ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ അത് ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതിൽ സോപ്പൊന്നും ഒരതി കൊടുക്കാം. ഞാനിതിൽ സോപ്പൊന്നും ഒരതിയെടുത്തിട്ടില്ല കേട്ടോ. പകരം ആ ഒരു സോപ്പ് നല്ല സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എന്നിട്ട് അടുക്കി വെച്ചിട്ടുള്ള തുണിയുടെ ഇടയിലായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സിന് പൂപ്പൽ സ്മെല്ലോ അതല്ലെങ്കിൽ ഈർപ്പം ഉള്ള ആ ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇതുപോലെ ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്തതായിട്ട് ഞാനൊരു സോപ്പിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോക്സ് പോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് മറുഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തു. ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഇതേപോലെ നിവർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക.
ഇതുപോലെയാണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് താഴെ വീണ് കഴിഞ്ഞാലും ഒന്നും അത് ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് കാണിക്കുന്നത്. ഇതുപോലെയുള്ള PSC ബുക്കുകളൊക്കെ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് പേജൊക്കെ മടക്കി വെക്കാറുണ്ട്, വായിച്ച് വെച്ചിട്ടുള്ള പേജ്. അതൊന്ന് നിവർന്നു പോയാൽ നമുക്ക് ആ ഒരു ഭാഗം മിസ്സായി പോകില്ലേ. അപ്പോൾ അതില്ലാണ്ട് നമ്മൾ ഏത് പേജാണോ വായിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇത് ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ച് വെച്ചിട്ടുള്ള പേജ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഒരു ബോക്സ് രൂപേണ ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അത് താഴെ പോവുകയില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ കാലിയായിട്ടുള്ളൊരു സോപ്പ് കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സ്പഞ്ചാണ് ഇറക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ സേഫ്റ്റി പിന്ന് അതല്ലെങ്കിൽ മൊഫ്ത പിന്നൊക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഉപകരിക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നത് മോഫ്റ്റൊക്കെ കുത്തുന്ന പിന്നാണ്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് സ്പഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ സേഫ്റ്റി പിന്നെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ മാക്സിമം സ്പഞ്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള പിന്നെടുത്തിട്ടുണ്ട്. ഈ പിന്ന് ഈ ഒരു സ്പഞ്ചിലേക്ക് ഞാനൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മിസ്സാവുന്ന ഒന്ന് തന്നെയാണ് സേഫ്റ്റി പിന്ന്, അതുപോലെ ഈ മോഫ്ത പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്. ഒരുപാട് സമയം നമുക്ക് പോവുകയും ചെയ്യും. തിരക്ക് പിടിച്ച് നമുക്ക് പോവേണ്ട ആവശ്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതൊന്നും തിരഞ്ഞാൽ കാണൂല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഒഴിഞ്ഞിട്ടുള്ളൊരു കാലി സോപ്പ് കവറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു സോപ്പ് കവർ എവിടെയെങ്കിലും നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിൽ മാക്സിമം സ്കാർഫിൻ്റെ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അത്രയും പിന്നെ ഈ ഒരു സോപ്പ് കവറിൽ സ്പഞ്ചിൽ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഡബിൾ ടാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു പീസ് ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സോപ്പ് കവറിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കവറിൻ്റെ നീളത്തിൽ തന്നെ ഞാൻ ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ചുമരിൻ്റെ സൈഡിലോ അതല്ലെങ്കിൽ ഡോറിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് എളുപ്പത്തിൽ എനിക്ക് എടുക്കാനായിട്ട് അലമാരയുടെ ക്യാബിനുണ്ടല്ലോ അതിൻ്റെ ഈ സൈഡിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു ഭാഗം എനിക്ക് ആ ഒരു സോപ്പ് കവറിന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതൊന്നും തിരഞ്ഞ് നമുക്ക് ഒത്തിരി സമയം നഷ്ടമാവുകയില്ല. അപ്പോൾ ഈ ഒരു സോപ്പ് കവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.